പാർട്ട് 2 ഓഫ് വയനാട് ട്രിപ്പ്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വയനാട്ടിലേക്ക് വന്നത് നമ്മുടെ ഇൻറ്റൻഷൻ ഇസ് നെയ്മിങ് സെറമണി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ അതിൻ്റെ ഒരുക്കപ്പാടുകളാണ് കേട്ടോ. രാവിലെ എണീക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ലേറ്റായി. തലേന്ന് കിടക്കാൻ ഇത്ര ലേറ്റായി. സോ അങ്ങനെ ഞങ്ങൾ ഫൈനലി റെഡി ആയിരിക്കുന്നു. അങ്ങനെ വാതിലൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങിട്ടോ. ഏതാണ്ട് ലേറ്റായി. രാവിലെ തുടങ്ങിയ പരിപാടികളൊക്കെ, പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം ലേറ്റാക്കിയതാണ് കേട്ടോ, അല്ലാണ്ട് ഒരുങ്ങി ലേറ്റ് ആയതല്ല. എന്നുവെച്ചാൽ അവിടെ കുറേ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ആൻഡ് സോ അതുകൊണ്ട് ഞങ്ങൾ കുറച്ചങ്ങോട്ട് ലേറ്റാക്കി. ആൻഡ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു ക്രിസ്ത്യൻ സ്റ്റൈലിലുള്ള ഒരു നെയ്മിങ് സെറമണി കാണുന്നത്. സോ അതിനൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ആൻഡ് മോർ ഓവർ അടിപൊളി ഫുഡൊക്കെ കിട്ടുന്നുള്ള അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിട്ട് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മളെ റൂമിൽ നിന്ന്. എല്ലാവരും കുടുംബക്കാരും വീട്ടുകാരും എല്ലാവരും അവിടെ ഓൾറെഡി പോയി. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ബാച്ച്. ആൻഡ് അവിടെ ഇരുന്ന് അങ്ങനെ കുറേ പ്രാർത്ഥനകളൊക്കെ കേട്ടിരുന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് പോസ്റ്റ് ആയപ്പോൾ പുറത്തോട്ടേക്ക് വന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തോട്ടോ. റീൽസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ കാണും കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. വീട്ടിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇത്. എന്നുവെച്ചാൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റ് തീമൊക്കെ ആയിട്ട് നല്ല ഫ്ലവേഴ്സൊക്കെ ഇതാക്കിയിട്ട് അടിപൊളിയായിരുന്നു. ആൻഡ് മോർ ഓവർ നമ്മൾ ഈ കളി വെയിറ്റ് ചെയ്ത് നമ്മൾ ഫുൾ ഫുഡും എത്തി കേട്ടോ. ഫസ്റ്റ് അപ്പം, മുട്ടക്കറി, അതിനോടൊപ്പം തന്നെ കട്ട്ലെറ്റ്, പിന്നെ നല്ല അടിപൊളി സദ്യ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൈഡ് ആയിട്ടുള്ള നമ്മളെ ഫേവറേറ്റ് നോൺ വെജ് ഐറ്റം ആയിരുന്നു. അതിൻ്റെ ഹൈലൈറ്റ്സ് ഫിഷ് ഉണ്ടായിരുന്നു, ചിക്കൻ, മട്ടൻ ആൻഡ് പോർക്ക്, ബീഫ്. ഓ ഗോഡ്, ഇല്ലാത്തതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ഉണ്ടായിരുന്നു. കഴിച്ച് ഒക്കെ മത്ത് പിടിച്ച മതിയായിരുന്നു. അതിൻ്റെ മേലെ തന്നെ സ്വീറ്റ്സും എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ട് സലാഡ്, പായസം. ഓ ഗോഡ്, ഫുൾ കിക്കായിട്ടോ. പിന്നെ ഞങ്ങൾ സ്മോൾ ഗിഫ്റ്റും കൊണ്ടായിരുന്നു വന്നിരിക്കുന്നത് കുഞ്ഞിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ചേച്ചിക്ക് ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് കുഞ്ഞ് ഭയങ്കര ടയർഡായിരുന്നു, കിടന്നു. ആൻഡ് ഈ മൈക്കൊക്കെ പിടിച്ച് നിൽക്കുന്നതായിട്ട് വിചാരിക്കും ഞാൻ പാട്ട് പാടാൻ അറിഞ്ഞതാണ്. ആക്ച്വലി ഇവൾ നല്ലോണം പാട്ട് പാടും കേട്ടോ. പക്ഷേ പുള്ളിക്കാരിക്ക് ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് ഞാനൊന്ന് ഇനീഷ്യേഷൻ ഇട്ട് കൊടുക്കാൻ പോയതാ, വേറെ ഒന്നല്ല കേട്ടോ. ദെൻ കൂടെ ഒരു പ്രൊഫസർ. അങ്ങനെ പിന്നെ ഞങ്ങൾ നൈറ്റ് ആയപ്പോൾ ഒരു നൈറ്റ് ഔട്ടിങ് പോകാമെന്നൊക്കെ വിചാരിച്ചു. സോ എല്ലാവരും ഫുൾ ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. സോ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക എവിടെയൊക്കെ പോകാമെന്ന്. അപ്പോഴേക്കായിരുന്നു ഒരു സ്കീം കിട്ടിയിരുന്നത്. ആക്ച്വലി വിജയുടെ ആൻറ്റിക്ക് പോകണം കേട്ടോ, തിരിച്ചു പോകണം. സോ ഏതാണ്ട് ഒരു 2 hours ജേർണി ഉണ്ട് അവരുടെ സ്ഥലത്ത് നിന്ന്. സോ നമ്മൾ വിചാരിച്ചു ഓക്കെ ആൻറ്റീനെയും കൂട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് എത്തിക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ കൂടെ ഒരു നൈറ്റ് ഔട്ടിങ്. പോകുന്ന വഴിക്ക് എന്തൊക്കെയൊക്കെ ഉത്സവങ്ങളും ഘോഷയാത്രകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോയി. ആൻഡ് ഫൈനലി ഞങ്ങൾ കൊട്ടിയൂരാണ് കേട്ടോ ആൻറ്റിയുടെ വീട്. ഇതാണ് ആൻറ്റീൻ്റെ വീട്. ആൻറ്റിക്ക് ഉള്ള 3 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികളുണ്ട്. നല്ല കഴിവുള്ള കുട്ടികളാണ് കേട്ടോ. എന്തോരം ട്രോഫീസ് ആയിരുന്നു അവിടെ എന്നറിയോ. കുറേ ട്രോഫീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൻറ്റീനോടൊക്കെ കത്തിയൊക്കെ അടിച്ചിരുന്നു. അങ്ങനെ കൂടെ 2-3 വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ആൻറ്റീൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി കേട്ടോ. നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വിജയ് പറഞ്ഞു നല്ലൊരു സ്പോട്ടുണ്ട്, ടീ പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ആൻഡ് അവിടെ എന്ത് രസമാണെന്ന് അറിയോ, ഒരുമാതിരി ഈസ്റ്ററ്റിക് ലുക്കുള്ളൊരു കഫേ കേട്ടോ. ആ ലൈറ്റിങ്സ് ഇതൊക്കെ ആയിട്ട്. ദെൻ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒരു ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ്, അതിനോടൊപ്പം തന്നെ ചായയും കുടിച്ചു കേട്ടോ. ആൻഡ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു റിലാക്സ്ഡ് ആയിട്ട്. Then if you like the video, please like, share and subscribe. Bye bye.